എല്ലാത്തിനും ഹദീസ് വേണ്ട. ഇമാമിങ്ങൾക്കൊരു അവകാശമുണ്ട്. ഒരു പ്രസിദ്ധമായൊരു സംഭവം ഉണ്ട്, അറിഞ്ഞിരുന്നവളി. മറ്റേ യൂട്യൂബിൽ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയും, നിങ്ങൾ കേൾക്കും, ഞാനത് കേൾക്കില്ല, കാണൂല. ഇയാളെന്തോ ഈ പറയണേ ഹദീസ് വേണ്ടാന്ന്. എവിടുന്ന ഇയാൾ നീച്ചുവരുന്നത്, ഇയാൾക്ക് ബസ് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കും. അതിനുള്ള ഒന്നും ക്യാമറ ഒരുപാടുണ്ട്. പ്രസിദ്ധമായ സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ഗവർണറായിട്ട് നിശ്ചയിച്ചൊരു സംഭവമുണ്ട്. യമനിലെ ഗവർണറായി നിയോഗിക്കാം. അപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ വിധിക്കവിടെ പോയിട്ടെന്ന്. ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കിതാബ് കൊണ്ടാണ് വിധിക്കാറ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കിതാബ് അള്ളാഹിൻ്റെ കിതാബ് കൊണ്ട്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കിതാബോ, അള്ളാഹിൻ്റെ കിതാബ് കൊണ്ട് വിധിക്കുന്നതാണ്. അപ്പോൾ ചോദിച്ചു, അള്ളാഹിൻ്റെ കിതാബിൽ അതില്ലേ ഞാലോ എന്ന്. അത് കിതാബിൽ ഉണ്ടായിക്കോളുന്നില്ലല്ലോ. കാലഫബി സുന്നത്തി റസൂലില്ല, എന്നാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കൊണ്ട് വിധിക്കുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിലും അതില്ലെങ്കിലോ എന്ന് ഹദീസിലൊന്നും. അപ്പൊ ഈ സ്വഹാബി പറയണേ, കേട്ടോളി, നല്ല കേട്ടോളി, അജ്തഹിദുർ റഅയി, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ചിന്ത കൊണ്ടും ഒരു ഗവേഷണം നടത്തും, ഇജ്തിഹാദ് നടത്തും. ഖുർആനിലും ഹദീസിലും പറഞ്ഞ ഏത് കാര്യത്തിനോടാണ് ഈ സംഗതിക്ക് യോജിപ്പുള്ളതെന്നൊക്കെ ഞാനൊരു ഗവേഷണം അങ്ങോട്ട് സ്വന്തം ബുദ്ധി കൊണ്ട് നടത്തുമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ വീഴ്ചയൊന്നും വരുത്തില്ല, നല്ല ഗവേഷണം നടത്തും. എന്ന പരിപാടി ഒന്നല്ലേ കാരണം കയ്യിൽ ഖുർആനിലും സുന്നത്തിലും. എന്നിട്ട് ഈ സംഭവത്തിൽ എന്ത് വിധിയാണ് വേണ്ടതെന്നുള്ള ഞാൻ നോക്കും. നബിതങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തൊന്ന് കൊട്ടി. അപ്പോൾ കാലം അങ്ങോട്ട് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ വഫഖ റസൂലല്ലാഹി ലിമാ യുർളി റസൂലല്ലാഹി, അള്ളാഹിൻ്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് നയിച്ച അള്ളാഹ്ക്കാണ് സ്തുതി. അള്ളാഹിൻ്റെ റസൂലിനാണിത്. അള്ളാഹിൻ്റെ റസൂലായ നബിതങ്ങൾ റസൂലായിട്ട് ആരെ വിടുകയാണ്? മുഅദ്ദിനെ എമ്മിലേക്ക്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹു തആല അള്ളാഹിൻ്റെ റസൂലിനെ തൃപ്തിപ്പെടുത്തുന്ന നല്ലൊരു നടപടിയിലേക്ക് നയിച്ച അള്ളാഹ്ക്കാണ് സ്തുതി എന്നാണ് ആര് പറഞ്ഞത്? ഖുർആനിലും അതില്ല, സുന്നത്തിലും അതില്ലെങ്കിൽ ഞാനൊരു ഇജ്തിഹാദ് കിട്ടണോ സഫീർ? അതൊക്കെ ഇത് കിട്ടണോ? പറഞ്ഞു ശരി. എന്താ നോട്ടം എനിക്ക് ഒത്തും മനസ്സിലാണല്ലോ. സഫീറിൻ്റെ നോട്ടം ശരിയില്ല. മുആദ് പറയണേ, സഫീറെ ഖുർആനിലും ആ കാര്യം കാണുന്നില്ല, ഒരു വിഷയം വന്നു, ഒരു വിധിക്കേണ്ട വിഷയം, അത് ഖുർആനിലും ഇല്ല സുന്നത്തിലും ഇല്ല, എന്നാൽ എന്താ ചെയ്യാന്ന് തങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ അജ്തഹിദുർ റഅയി, ഞാനൊരു ഇജ്തിഹാദ് നടത്തും എൻ്റെ ബുദ്ധി കൊണ്ട് എന്നാണ് പറയുന്നത്. ഇജ്തിഹാദ് നടത്തൽ എങ്ങനെയാണെന്നറിയോ? ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ സംഭവങ്ങളോട് ഇതിൽ ഏതാണ് സാധ്യത ഐക്യതയോട് ചേർത്തി കൊടുക്കും എന്നുള്ളതാണ്. കിയാസ് എന്നൊക്കെ പറയും. ഖുർആന് സുന്നത്ത് ഇജ്മാ കിയാസ് എന്നൊക്കെയാണ് പറയല്, പ്രമാണങ്ങൾ കിയാസാക്കുക. എന്നിട്ട് അതിൻ്റെ വിധി കണ്ടെത്തുന്നപ്പോൾ അള്ളാഹു റസൂൽ അള്ളാഹിനെ സ്തുതിച്ചു. അല്ല എല്ലാത്തിനും ഹദീസ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നാളെ ഹാദിലുള്ള പെണ്ണിൻ്റെ കുളിയും എൻ്റെ നിസ്കാരമൊക്കെ പറഞ്ഞാൽ എവിടെ ഹദീസ് ചോദിച്ചു? ഇമാമിങ്ങൾ പറഞ്ഞാണ് നമുക്ക് മതി. അപ്പോൾ മനസ്സിലായി, ഇമാമിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക്. നമ്മൾ ഇമാമിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കാത്തവർക്ക് വേണ്ടാന്ന്. ഒരു ഇതിലിടപെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്നത് ആർക്കുള്ളതാണ്? ഇമാമിങ്ങൾ അംഗീകരിക്കുന്നവർക്കുള്ളതാണ്. മദ്ഹബും ഇമാമിങ്ങളൊക്കെ അംഗീകരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? എല്ലാവരെ കൊണ്ടും ആണ് ഓടി ചെന്നാണ്ട് ഹദീസൊന്നും ഖുർആനൊന്നും സംഗതി കണ്ടുപിടിച്ചാലും കഴിയൂല. നാസിഖും മൻസൂഖും ഒക്കെ ഉണ്ടാവും, പലതുണ്ടാവും.